കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലും റാഗിങ്ങിന് ഇരയാക്കിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി റാഗിങ്ങിനെതിരെ സാമൂഹ്യ ജാഗ്രത വേണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ 5 പേരെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. പോലീസിന്റെ നിലവിലെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രധാനമായും ഈ ഫോൺ രേഖകൾ പരിശോധിക്കുക, ഫോണിനുള്ളിലുള്ള തെളിവുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗാന്ധിനഗർ പോലീസ്. ഇത് പ്രകാരം മാത്രമല്ല, ഈ പരമാവധി മൊഴി രേഖപ്പെടുത്തുക. പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരാൾ ബാക്കി 5 പേരുണ്ട്. 5 പേരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വാർഡുകൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് ഈ 5 പേർ മാത്രമാണ് ഇതിലുള്ളതെന്നാണ്. പല ദിവസങ്ങളായി നടന്നിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി ചിലവ് ചെയ്തിട്ടില്ല എന്ന പേരിൽ വരെ നടന്നിട്ടുണ്ട്. അതൊരു ദിവസത്തെ കാര്യമാണ്. പലതിനും ഓരോന്നാണ് കാരണം. നേരത്തെ ആദ്യം മുതൽ പോലീസ് പറഞ്ഞതുപോലെ പണം മദ്യപിക്കാനായി പണം ആവശ്യപ്പെടുക, നൽകാതിരിക്കുകയും ചെയ്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ചെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഴി തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് നിരവധി വിദ്യാർത്ഥികളുള്ള ഒരു കലാലയമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാർ കൂടുതലുണ്ടോ ഇവർക്കെതിരെ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചതിൽ കൂടുതൽ ഇല്ല ഇപ്പോൾ പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഈ ഫോൺ രേഖകൾ, ഫോണിലുള്ള ദൃശ്യം അടക്കം കൂടുതൽ പരിശോധിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമായി പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക. ശ്രീജിത്ത്, എത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ്, റാഗിംഗ് ആണ് നടന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ, ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായതാണ്. അത്രയ്ക്കും ഒരു ക്രൂരമായ രീതിയിൽ കുറ്റവാസനയുള്ള 5 വിദ്യാർത്ഥികൾ, അവർ കാട്ടിക്കൂട്ടിയ പരാക്രമം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതമാണ് തകർത്തത്. അവരിപ്പോഴും അതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. അവരുടെ കുടുംബാംഗങ്ങൾ മുക്തരായിട്ടില്ല. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി ഇവിടെ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ എത്തുന്നു. അവിടെ കഴിഞ്ഞ 3 മാസത്തോളം തുടർച്ചയായി റാഗിംഗ് നേരിടേണ്ടി വരുന്ന സാഹചര്യം. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾക്കപ്പുറം കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ സാക്ഷിമൊഴികൾ തന്നെയാണ് ഇതിൽ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്. ഈ പരാതിക്കാരുടെ കുട്ടികളുടെ മൊഴികളുണ്ട്. അതല്ലാതുള്ള തെളിവുകൾ ഈ ഫോൺ രേഖയിൽ തന്നെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ദിവസങ്ങളിൽ ഉണ്ടായതിന്റെ ഏതെങ്കിലും തെളിവുകൾ ഇവർ വീഡിയോ ചിത്രീകരിച്ചതോ മറ്റോ ഉണ്ടോ, അതേതെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധന, മൊബൈലുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത കൈവരിക. എന്തായാലും പോലീസ് വളരെ ശക്തമായ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് കോളേജ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നലെ ഡിവൈഎസ്പി തന്നെ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. മാത്രമല്ല ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ആ നിലയിലാണ് നടന്നു വരുന്നത്. വൈകാതെ ഇതിനൊരു അന്തിമമായ വ്യക്തത വരും. നിലവിൽ എന്തായാലും 5 പ്രതികൾ എന്ന നിലയിൽ തന്നെയാണുള്ളത് പോലീസ്. അതോടൊപ്പം നേരത്തെ ഈ 6 കുട്ടികളാണല്ലോ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ റാഗിങ്ങിന് ഇരകളായിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി നിലവിൽ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ കൂടുതൽ പേർ? ടോമി, നിലവിലില്ല. ഈ ബാച്ചിൽ 1ാം വർഷ ബാച്ചിൽ ആകെ 6 കുട്ടികളാണുള്ളത്. 6 പുരുഷന്മാരാണുള്ളത്. അവർ 6 പേരും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ മുഴുവൻ പേരും റാഗിങ്ങിന് ഇരയായതായി പരാതി നൽകിയിട്ടുണ്ട്. മറ്റേ പെൺകുട്ടികളൊന്നും നിലവിൽ അങ്ങനെ ഒരു പരാതി നൽകിയതായുള്ള വിവരം എന്തായാലും ഇല്ല. പോലീസ് അത് കൂടുതൽ പരമാവധി വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ അത് കാര്യമായി മുന്നോട്ട് പോയിരുന്നു. അത് ഓരോ ദിവസവും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിൻ്റെതായ സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ മുന്നോട്ട് വന്നേനെ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. എന്തായാലും
വൈകാതെ ഇക്കാര്യത്തിൽ കൂടുതൽ പരാതികളുണ്ടോ, കൂടുതൽ ശ്രീജിത്ത്, അതോടൊപ്പം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, സസ്പെൻഷനിൽ തീരില്ല, അവർക്കെതിരെ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണല്ലോ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു കടുത്ത നടപടിയിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായും അത്തരം നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പക്ഷേ കോളേജ് ഈ DME തലത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ വിദ്യാർത്ഥികൾ നടത്തിയ ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടികളെ, ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കും. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്.